മലപ്പുറത്ത് ജയിച്ച രാഷ്ട്രീയം ഏതാണ്? ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയ അരക്ഷിതാവസ്ഥ മുസ്ലിം വോട്ട് ഏകീകരിച്ചോ? അനുകൂല സാഹചര്യങ്ങളിലും അഹമ്മദ് നേടിയ ഭൂരിപക്ഷം മറികടക്കാൻ കഴിയാതിരുന്നത് ഭരണവിരുദ്ധ വികാരം ഇല്ലാഞ്ഞതിനാലാണോ? ബിജെപിയുടെ വോട്ട് ഷെയർ കുറഞ്ഞത് ധ്രുവീകരണ രാഷ്ട്രീയത്തെ മലപ്പുറം തിരസ്കരിച്ചതുകൊണ്ടാണോ? LDFന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ വോട്ട് കുറഞ്ഞത് സർക്കാരിന് നൽകുന്ന സന്ദേശം എന്താണ്? ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു എഡിറ്റേഴ്സ് അവറിൽ. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. PK കുഞ്ഞാലിക്കുട്ടിക്ക് മലപ്പുറത്ത് മിന്നുന്ന ജയം. LDFനെ നിഷ്പ്രഭമാക്കിയത് 1,71,000 വോട്ടിന്. 7 നിയമസഭാ മണ്ഡലങ്ങളും പച്ചക്കോട്ടകൾ. ഏറ്റവും ഭൂരിപക്ഷം വേങ്ങരയിൽ. വോട്ട് നിലയിൽ LDFന് 1,00,000 വർധന. മുന്നേറാനാകാതെ BJP. മലപ്പുറത്തെ ജനവിധി മാനിച്ച് സർക്കാർ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. കൈവരിച്ചത് രാഷ്ട്രീയ വിജയമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ലീഗിന് കിട്ടിയത് SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ടെന്ന് മുഖ്യമന്ത്രി. നടന്നത് ഭരണത്തിന്റെ വിലയിരുത്തൽ തന്നെയെന്ന് കാനം രാജേന്ദ്രൻ. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് യൂണിറ്റിന് 30 പൈസ വർദ്ധിപ്പിച്ചു. പുതുക്കിയ നിരക്ക് നാളെ മുതൽ നിലവിൽ വരും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് നിരക്ക് വർധനയില്ല. എൻഡോസൾഫാൻ ഇരകൾക്ക് BPL നിരക്കിൽ വൈദ്യുതിയില്ല. മൂന്നാറിലെ കയ്യേറ്റങ്ങൾക്കെതിരായ നടപടി കർക്കശമാക്കാൻ റവന്യൂ വകുപ്പ്. റവന്യൂ ഉദ്യോഗസ്ഥരുടെ സംരക്ഷണത്തിന് കൂടുതൽ പോലീസിനെ ആവശ്യപ്പെടും. ഭൂസംരക്ഷണ സേന വിപുലമാക്കും. കളക്ടറുടെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം. കല്ലേറ് പ്രതിരോധിക്കാൻ യുവാവിനെ ജീപ്പിന് മുൻപിൽ കെട്ടി മനുഷ്യകവചമാക്കിയ സംഭവത്തിൽ സൈന്യത്തിനെതിരെ പോലീസ് FIR. നടപടി ജമ്മുകാശ്മീർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിക്ക് വൻ ജയം. LDF സ്ഥാനാർത്ഥി MB ഫൈസലിനേക്കാൾ 1,71,023 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കുഞ്ഞാലിക്കുട്ടി ജയിച്ചത്. മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും UDF മികച്ച മുന്നേറ്റം നടത്തി. ഇടതുപക്ഷവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥയിലേക്കെത്തി. UDFന്റെ ഉറച്ചകോട്ടയായി മലപ്പുറം ഇത്തവണയും അത് തെറ്റിച്ചില്ല. PK കുഞ്ഞാലിക്കുട്ടിക്ക് 5,15,330 വോട്ട് ലഭിച്ചപ്പോൾ MB ഫൈസലിന് 3,44,307 വോട്ടും ശ്രീപ്രകാശിന് 56,675 വോട്ട് ലഭിച്ചു. മലപ്പുറം ഒഴികെയുള്ള എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും വോട്ട് വർദ്ധിപ്പിക്കാൻ UDFനായി. കൊണ്ടോട്ടിയും വള്ളിക്കുന്നും വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ UDFന് അല്പം ആശങ്ക സൃഷ്ടിച്ചെങ്കിലും പെരിന്തൽമണ്ണ ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും 10,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDFന് സമ്മാനിച്ചത്. കുഞ്ഞാലിക്കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വേങ്ങരയിലും കുറവ് പെരിന്തൽമണ്ണയിലുമാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും 1,00,000-ലധികം വോട്ട് LDFന് വർദ്ധിച്ചപ്പോൾ 77,000 വോട്ട് UDFനും 957 വോട്ട് BJPക്കും വർദ്ധിച്ചു. പോൾ ചെയ്ത വോട്ടിന്റെ 55% കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിച്ചപ്പോൾ 36% വോട്ട് MB ഫൈസലിനും 7% വോട്ട് ശ്രീപ്രകാശിനും ലഭിച്ചു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും വോട്ട് LDFനും BJPക്കും കുറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ ഭൂരിപക്ഷം മാത്രം UDFന് നൽകിയ മങ്കടയും പെരിന്തൽമണ്ണയും ഇത്തവണ കുഞ്ഞാലിക്കുട്ടിക്ക് മികച്ച ഭൂരിപക്ഷം നൽകി. അഹമ്മദിന്റെ ഭൂരിപക്ഷം മറികടക്കാൻ ഇത്തവണ കുഞ്ഞാലിക്കുട്ടിക്ക് സാധിച്ചില്ലെങ്കിലും പ്രതീക്ഷിച്ചതിലും മികച്ച വിജയമാണ് UDFന് ലഭിച്ചത്. അഹമ്മദിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചു എന്നത് LDFന് ആശ്വാസമാകുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചത് UDFന് നേട്ടമായി. എന്നാൽ ഇത്തവണ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ BJPക്ക് സാധിച്ചുമില്ല. മലപ്പുറത്തു നിന്നും ഫെലിക്സ്, റിപ്പോർട്ടർ. ശ്രീ PA മുഹമ്മദ് റിയാസ് CPIM, MC മായൻ ഹാജി മുസ്ലിം ലീഗ്, ജേക്കബ് ജോർജ് മാധ്യമ നിരീക്ഷകൻ, ഒപ്പം JR പത്മകുമാർ BJP എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ മുഹമ്മദ് റിയാസ്, സർക്കാരിൻ്റെ വിലയിരുത്തൽ എന്ന് പ്രഖ്യാപിച്ച് ആണ് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 1,71,000 എന്നുള്ളത് കേരളത്തിലെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടാവുന്ന വമ്പൻ ഭൂരിപക്ഷങ്ങളിൽ ഒന്നാണ്. അത് PK കുഞ്ഞാലിക്കുട്ടി നേടിയിരിക്കുന്നു എന്ന് മാത്രമല്ല, 2016 11 മാസം മുൻപ് നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഈ 7 കോൺസ്റ്റിറ്റ്യുവൻസികളിലും കിട്ടിയതിനേക്കാളും കുറവ് വോട്ടേ ഇക്കുറി കിട്ടിയിട്ടുള്ളൂ. 29,572 വോട്ടിൻ്റെ കുറവ് കഴിഞ്ഞ 11 മാസത്തിനിടയ്ക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് സർക്കാരിന് കൂടി ജനം മാർക്കിട്ടിട്ടുണ്ട് എന്നതിൻ്റെ ദൃഷ്ടാന്തമല്ലേ ശ്രീ റിയാസ്? ഒന്ന്, മലപ്പുറത്ത് വിജയിച്ച UDF സ്ഥാനാർത്ഥി ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയെ അഭിനന്ദിക്കുകയാണ്. മലപ്പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MB ഫൈസലിന് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 1,00,000-ലധികം വോട്ട് വർദ്ധിപ്പിക്കാനും 9% വോട്ട് വർദ്ധിപ്പിക്കാനും രാപ്പകലില്ലാതെ പ്രവർത്തിച്ച അവിടുത്തെ മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്യുക. നമുക്കറിയാം, മലപ്പുറം ലോക്സഭാ മണ്ഡലം അഭിലാഷ് കേരളത്തിലെ UDFന്റെ ഏറ്റവും ഉറച്ച ലോക്സഭാ മണ്ഡലമാണ്.
2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും UDF വിജയിച്ചിരുന്നു. കേരളത്തിൻ്റെ പൊതു ട്രെൻഡിനോടൊപ്പമല്ല മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളും നിന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും UDF-ന്റെ നേതാക്കന്മാർക്ക് നെഞ്ചത്ത് കൈവച്ച് ഈ വിജയമാണ് എന്ന് അംഗീകരിക്കാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. എന്താ പ്രശ്നം? ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൊതുസ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ തുടക്കത്തിൽ തന്നെ UDF ഒരടി പറകോട്ട് പോയി. SDPI പോലുള്ള അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി പോലുള്ളവർക്ക് സ്ഥാനാർത്ഥികളില്ലാതിരിക്കുകയും അത് UDF സ്ഥാനാർത്ഥി നേരത്തെ തന്നെ സംസാരിച്ച് ധാരണയാക്കിയതുമാണെന്നുള്ള ചർച്ച വ്യാപകമായപ്പോൾ പിന്നീട് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു പോകുന്ന സ്ഥിതി വന്നു. അവസാനം SDPI സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല, വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ രണ്ടുപേർക്കും കിട്ടിയ വോട്ട് ഏകദേശം 80,000-ന്റെ അടുത്താണ്. അപ്പോൾ ഈ വോട്ട് കൂടി UDF-ന് വരുമ്പോൾ ഇപ്പോൾ കിട്ടിയ വോട്ട് UDF-ന് കിട്ടിയാൽ പോരാ. അപ്പോൾ UDF പ്രതീക്ഷിച്ച രീതിയിലേക്ക് വോട്ട് വർദ്ധിപ്പിക്കാനും ഭൂരിപക്ഷം കൂട്ടാനും സാധിച്ചില്ല. ഒന്ന്. രണ്ടാമത് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം 2014-നേക്കാൾ 1 ലക്ഷം വോട്ട് കൂടി 9% വോട്ട് വർദ്ധിച്ചു. 9% വോട്ട് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലല്ലോ അഭിലാഷേ. അല്ല, ഞാൻ നമുക്കതിന് പല കാരണങ്ങളുണ്ടല്ലോ റിയാസ്, അതിൽ ഓരോന്നോരോന്നായി വരാം. അതിനു മുൻപ് ലീഗിന്റെ ഇതിനോടുള്ള പ്രതികരണം വേണം. ശ്രീ മായൻ ഹാജി, LDF-ന്റെ അവകാശവാദം ഇത് അവർക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കാവുന്ന ഒരു വിധിയെഴുത്താണ് എന്നുള്ളതാണ്. ജയിച്ചത് നിങ്ങൾ തന്നെ, അക്കാര്യത്തിലല്ല തർക്കം. മറിച്ച് 2014-മായി താരതമ്യം ചെയ്യുമ്പോൾ 1,103 വോട്ടിൻ്റെ വർധനവ് ഇടതുപക്ഷത്തിനുണ്ടായിട്ടുണ്ട്. ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് 2014-മായി താരതമ്യം ചെയ്യുമ്പോൾ 77,602 വോട്ടിൻ്റെ വർധനയാണുള്ളത്. നമ്മൾ വോട്ടിംഗ് ശതമാനം പരിശോധിച്ചാൽ UDF-ന് അനുകൂലമായി 3.8% സ്വിംഗ് ഉണ്ടാകുമ്പോൾ LDF-ന് അനുകൂലമായി 8.34% സ്വിംഗ് ഉണ്ട്. അതുകൊണ്ട് തോറ്റാലും അവരെ സംബന്ധിച്ച് പറഞ്ഞു നിൽക്കാനുള്ളതായില്ലേ? അഭിലാഷേ, ഈ 2014-ന് ശേഷം 2 തെരഞ്ഞെടുപ്പ് ഇവിടെ കേരളത്തിൽ നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ 2 തെരഞ്ഞെടുപ്പിലും വന്ന വോട്ടുകൾ 16 ആണ് അവസാനമായി വന്നത്. ആ വന്നതിൽ 3.25 ലക്ഷം വോട്ട് LDF-ന് കിട്ടിയിരുന്നു. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 3,73,879 വോട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പ് 15-ലെ തെരഞ്ഞെടുപ്പിൽ 3,98,000 പരം വോട്ട് 15-ലെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട്. 2014-ൽ 2,42,000 ഒരു കാരണമുണ്ട്. അവരെ കൂടെയുള്ള അവരെ പ്രൊഡക്റ്റായിട്ടുള്ള നമ്മളെ AP സുന്നിക്കാർ അവർ 2014-ൽ സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്നുള്ള നിലയിൽ അവരുടെ വോട്ട് കുറേയൊക്കെ ബൂത്തിൽ പോയവർ നോട്ടൊക്കെ ചെയ്തു, എല്ലാത്തവർ ചെയ്തുമില്ല. മുസ്ലിം ലീഗിന് അവർക്ക് ഒന്നാലും വോട്ട് ചെയ്യൂല, അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയുന്നതല്ലേ. എന്നാൽ 2009-ൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. അന്ന് 3,12,000 വോട്ട് LDF സ്ഥാനാർത്ഥിക്ക് കിട്ടി. 3,12,000 വോട്ട്. അപ്പോൾ ഈ 3,12,000 വോട്ടാണ് അവരെ അടിസ്ഥാനപരമായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. ആനുപാതികമായി വർധനവ് പോലും അവർക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല. UDF-ന്റെ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ചൂഷണം ചെയ്യുന്ന മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ബീഫ്, BJP, ഫാസിസ്റ്റ് എന്നൊക്കെ. ഇവരവസാനം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇപ്പം 10 മാസം ഭരിച്ചപ്പോൾ കണ്ടു, ബാലതന്ത്രിമാരുടെ നാക്കൊന്ന് വഴിച്ചപ്പോൾ അവിടെ UAPA, ശശികല ടീച്ചർ എല്ലാ പ്രാവശ്യവും വിശകല ടീച്ചറാകുമ്പോൾ അവിടെ UAPA ഇല്ല. അപ്പോൾ ഈ LDF-ഉം BJP-യും ഒരു നാണത്തിന്റെ നമുക്ക് അതിലേക്ക് വരാം. എനിക്ക് ഈ കണക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് പോകേണ്ടതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ് ശ്രീ മായൻ ഹാജി. നമുക്ക് അതിലേക്ക് വരാം. ആദ്യം ഈ പറഞ്ഞ കണക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് പോകട്ടെ. ഇപ്പോൾ പറഞ്ഞത് ശരിയല്ലേ ശ്രീ മുഹമ്മദ് റിയാസ്? TK ഹംസ മത്സരിക്കുമ്പോൾ 3,12,000 വോട്ടുണ്ടായിരുന്ന നിങ്ങൾ 2,42,000 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചുരുങ്ങി. അത് യാഥാസ്ഥിതിക മതവിഭാഗങ്ങൾക്ക്, തീവ്ര യാഥാസ്ഥിതികർക്ക് നിങ്ങളുടെ സ്ഥാനാർത്ഥി സ്ത്രീ ആയതുകൊണ്ട് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിട്ടത് കൊണ്ടാണ്. കഴിഞ്ഞ ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ, അതായത് 2009-ഉം 2014-ഉം താരതമ്യം ചെയ്താൽ 74,000 വോട്ടിന്റെ കുറവ് നിങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായി. ഇത്തവണ MB ഫൈസൽ എന്ന ചെറുപ്പക്കാരൻ മത്സരിച്ചു, അത് മേക്കപ്പ് ചെയ്ത് പോയി എന്നുള്ളതല്ലാതെ ഈ 1 ലക്ഷം എന്നുള്ളത് വലിയ അത്ഭുതമൊന്നുമല്ല. ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടുമ്പോൾ അതാണ് വിജയത്തിന് കാരണമാകുന്നത്. കേരളത്തിൽ മലപ്പുറം മാത്രമല്ല, പല ലോക്സഭാ മണ്ഡലങ്ങളിലും 2014-ലും 2009-ലും പണ്ട് കിട്ടിയ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് തിരിച്ചു പിടിച്ചിടത്തോളം വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പിടിക്കുന്ന ചെറിയ കാര്യമല്ല, വിജയം തന്നെയാണ്. ഇവിടെ പ്രശ്നം എന്താ? 991, 996-ൽ കേരളത്തിൽ ലോകസഭയിലും നിയമസഭയിലും ഒരുമിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ്. അഭിലാഷേ, ഓർക്കുന്നുണ്ടാകും. അന്ന് നമ്മൾ കണ്ടൊരു പ്രത്യേകത എന്താ?
ഒരു ബൂത്തിലെ ഒരു വോട്ടർ എക്സ് എന്ന് പറയുന്ന ഒരു വോട്ടർ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിയമസഭയിൽ ഒരു മുന്നണിക്കും വോട്ട് ചെയ്തിട്ടുണ്ട്, ലോകസഭയിൽ വേറൊരു മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. നിയമസഭയിൽ LDFന് വോട്ട് ചെയ്ത ആൾ ലോകസഭയിൽ UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വോട്ടർ ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യുമ്പോൾ വ്യത്യസ്ത രീതിയിൽ ചിന്തിച്ചിട്ടാണ് വോട്ട് ചെയ്യുക. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ 1,00,000-ലധികം വോട്ട് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ശ്രീ മായനാജിയും UDF എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അതോടൊപ്പം BJPയുടെ പതനം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയുടെ ജനവിരുദ്ധ നയം കേരളത്തിൽ നന്നായി ചർച്ച ചെയ്യിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ശരി, അത് BJPയുടെ ഡയറക്ടറായിട്ടുള്ള കമന്റ് വേണം റിയാസ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ JR പത്മകുമാർ, ഈ തെരഞ്ഞെടുപ്പിൽ പോസിറ്റീവ് സ്വിംഗ് ആണ് LDFനും UDFനും അനുകൂലമായിട്ടുണ്ടായത്. അതായത് ഇരു മുന്നണികൾക്കും വോട്ട് കൂടി. LDFന് 8.34%, UDFന് 3.8%. നിങ്ങൾക്ക് മാത്രമാണ് വോട്ട് ഷെയർ ശതമാന കണക്കിൽ കുറഞ്ഞത്, -0.56%. എല്ലാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ നില മെച്ചപ്പെടുത്തി വരുന്നു എന്ന് പറയുന്ന BJPക്ക്, കേരളത്തെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുകയാണ്, 11 ലോക്സഭാ സീറ്റ് ഇവിടെ നേടണം എന്ന് കരുതുന്ന BJPക്ക് എന്തുകൊണ്ടാണ് 2014 സമാഹരിച്ച വോട്ടിനേക്കാൾ വെറും 957 വോട്ട് മാത്രം കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞത് ഇക്കുറി? അപ്പം ഞങ്ങൾ തകർന്നു എന്നുള്ളൊരു പ്രചരണത്തിന് പ്രസക്തിയില്ലാതിരിക്കുകയല്ലേ. ഓരോ തെരഞ്ഞെടുപ്പിലും ചില മാറ്റങ്ങൾ, ഫ്ലക്ച്വേഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണുണ്ടല്ലോ ഹംസ ജയിച്ച സീറ്റിൽ അടുത്ത് വന്നപ്പോൾ അഹമ്മദ് സാഹിബ് ജയിച്ചത്. അപ്പോൾ അവിടെ വോട്ടിൽ പാറ്റേൺ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതി, അതുകൊണ്ടല്ലോ 5 വർഷം കൂടുമ്പോൾ LDFും UDFും മാറി മാറി വരുന്നത്. അപ്പം ജനങ്ങൾ ചിന്തിക്കുന്നതിൽ മാറ്റം ഉണ്ടാവും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേടിയ വോട്ടിനേക്കാൾ പുറകോട്ട് പോയിട്ടില്ല എന്നുള്ളത് തന്നെ ഞങ്ങൾ തളർന്നിട്ടില്ല എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണമല്ലേ. പിന്നെ അവിടെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ലീഗിൽ ഇപ്പൊ ഇത്രയും തിളക്കമാർന്ന ഒരു വിജയം ഉണ്ടാക്കി കൊടുത്തതിന്റെ ഉത്തരവാദിത്വം മാർക്സിസ്റ്റ് പാർട്ടിക്ക്. 83,000 പുതിയ വോട്ടുണ്ടായി. 83,000 പുതിയ വോട്ടുണ്ടായി. LDFന്റെയും UDFന്റെയും വോട്ട് ഗണ്യമായി ഉയർന്നു. UDFന്റെ വോട്ട് 5 ലക്ഷം പിന്നിട്ട് 5,15,000 ആകുന്നു. LDFന്റെ വോട്ട് 3 ലക്ഷം പിന്നിട്ട് 3,44,000 ആകുന്നു. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ 1 ലക്ഷം കൂടുന്നു. അപ്പോഴാണ് നിങ്ങൾക്ക് 957 മാത്രം കൂടുതൽ. വോട്ട് വിഹിതമെടുത്താൽ നിങ്ങൾക്ക് കുറയുന്നു. അങ്ങനെയല്ല വിലയിരുത്തേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെയുള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലീഗിന് അനുകൂലമായിട്ട് ഇപ്പോൾ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം CPMനാണ്. കാരണം CPM അവിടെ നടത്തിയ BJPക്കെതിരായി നടത്തിയ വർഗീയ പ്രചരണങ്ങൾ അത് ഈ മതമൗലികവാദ ശക്തികൾക്ക് ഏകീകരണത്തിനും അതുപോലെ ലീഗിന്റെ വിജയത്തിനും സഹായിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല അമിതമായ രീതിയിൽ വർഗീയ പ്രീണനം നടത്തി ഈ വർഗീയമായി ക്രോഡീകരിച്ച വോട്ടുകൾ രണ്ടുപേരും കൂടി വീതിച്ചെടുത്തു എന്നുള്ളതാണ് സത്യം. ഞങ്ങൾക്ക് കഴിഞ്ഞതിന് കൂടുതൽ വോട്ട് കിട്ടിയപ്പോൾ ഞങ്ങൾ ഉദാഹരണം പറയാം, വള്ളിക്കുന്നിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 15,000 വോട്ടാണ് കിട്ടിയത്. പക്ഷേ ഗണ്യമായ ഒരു വോട്ട് വർദ്ധനവ് അസംബ്ലി തെരഞ്ഞെടുപ്പിലുണ്ടായി. പക്ഷെ അവിടെ ഇപ്പൊ ഞങ്ങൾക്ക് ഏകദേശം 20,000 വോട്ട് കിട്ടിയത്. ഇപ്പൊ ഞങ്ങൾക്ക് ഏകദേശം ഒരു 18,000 വോട്ട് കിട്ടിയിട്ട് വലിയ പുറകോട്ട് 22,000 വോട്ട് ജിനചന്ദ്രൻ മാസ്റ്റർ മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്നു. പത്മകുമാർ 11 മാസം മുൻപ് ഒരു മണ്ഡലമാണ്. 11 മാസം മുൻപ് ജിനചന്ദ്രൻ മാസ്റ്റർ അവിടെ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ കിട്ടിയത് 22,000 വോട്ടാണ്. നിങ്ങൾ ഇത്തവണ 30,000 കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ്. അല്ല, അത് അന്ന് 15 അത് തന്നെ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത്. അസംബ്ലിയിൽ ഞങ്ങൾക്ക് പിടിച്ച വോട്ട് അവിടെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ വലിയ രീതിയിലുള്ള കുറവൊന്നും അവിടെ വന്നിട്ടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് കഴിഞ്ഞതിന് ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് ഏകദേശം അതേപോലെ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. ശരി. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ വിലയിരുത്തും? പ്രതീക്ഷിച്ചതുപോലെ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് ജയിക്കും എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. എത്ര ഭൂരിപക്ഷം എന്നുള്ളത് മാത്രമായിരുന്നു തർക്ക വിഷയം. ഈ അഹമ്മദ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നേടിയ 1,94,000 മറികടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തിളക്കം കുറയ്ക്കുന്നുണ്ടോ? ഒട്ടുമില്ല. അതൊരു നല്ല തിളക്കമാർന്ന വിജയം തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയുടേത്, യാതൊരു സംശയവുമില്ല. നല്ല ഭൂരിപക്ഷം 1,71,000 വോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളിൽ ഒന്നാണ്, യാതൊരു സംശയമില്ല. അക്കാര്യത്തിൽ ലീഗ്, UDF, കോൺഗ്രസ് നേതൃത്വം പരാജയത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന ഒരു സംഘം ആൾക്കാരാണ്. അവിടെ നിന്ന് അവർക്ക് ഉയർത്തെഴുന്നേറ്റ് വരാനൊരു വലിയ തുടക്കം കിട്ടിയിരിക്കുക. കേരളത്തിൽ പിണറായി വിജയൻ വന്നതിന് ശേഷം നടന്ന ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ്,
അത് ലോക്സഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ലീഗിൻ്റെ ഒരു കോട്ടയാണ്, കുത്തകയാണെന്നൊക്കെ പറയാമെങ്കിൽ പോലും അവിടെ നേടിയ വിജയം ഒരു വലിയ വിജയം തന്നെയാണ്. ഞാനിപ്പോൾ പത്മകുമാർ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ബാക്കി ഒന്ന് പറയട്ടെ. ഒരു BJP സ്ഥാനാർത്ഥി മുസ്ലിമായ ഒരാൾക്കെതിരെ, ഒരു സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചാൽ എന്തായിരിക്കും ഫലം? സാധാരണ BJP എപ്പോഴും പത്മകുമാറൊക്കെ പറയുന്നത് ഹിന്ദു ഏകീകരണം, ഹിന്ദു ഐക്യം, ഹൈന്ദവ വോട്ട് ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് UP-യിലൊക്കെ വിജയിച്ച ആളുകൾ, നോർത്ത് ഇന്ത്യയിലും കൗ ബെൽറ്റിലുമൊക്കെ വൻ വിജയ തേരോട്ടം നടത്തിയ BJP കേരളത്തിൽ അവിടെ 20% ഹിന്ദുക്കളാണ് മലപ്പുറം ജില്ലയിൽ. ആ ഹിന്ദു ഏകീകരണം സംഭവിച്ചുവോ? അവിടെ BJPക്ക് കിട്ടിയ വോട്ട് എത്രയാണെന്ന് നമുക്കറിയാമല്ലോ. എന്തുകൊണ്ട് 2 മുസ്ലിം സ്ഥാനാർത്ഥികളാണ് അങ്ങപ്പുറത്ത് BJPക്കെതിരെ നിന്നത്? ഇതാണ് മലപ്പുറം BJPക്ക് കൊടുക്കുന്ന സന്ദേശം. എനിക്ക് തോന്നുന്നു ഇത് കേരളം BJPക്ക് കൊടുക്കുന്ന സന്ദേശം തന്നെയാണ്. ഇവിടെ കേരളത്തിൽ മതേതരത്വവും ഇതുപോലെയുള്ള സ്വതന്ത്ര ചിന്തയും നിലനിർത്തുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളുടെ മനസ്സിലേക്ക് കടക്കാനാണ് ഇപ്പോൾ BJP ശ്രമിക്കുന്നത്. ആ ശ്രമം നടത്തിയതിന് തൊട്ട് പിറ്റേ ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് ഫലം അവർക്ക് BJPക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. മുസ്ലിം ഹിന്ദുക്കളുടെ മനസ്സ് ഇതാണ്. ഇത് ഒരു വളരെ അങ്ങേയറ്റത്തെ ഉയർന്ന മതേതരത്വത്തിൻ്റെയും ഉയർന്ന ചിന്താഗതിയുടെയും ചിന്തയാണ് കേരളത്തിലെ ഹിന്ദുക്കൾ കൊടുക്കുന്നത് എന്നാണ് മലപ്പുറം നൽകുന്നത്. അതിന് ആ നിരീക്ഷണത്തിന് JR പത്മകുമാർ മറുപടി പറയും. അതിനു മുൻപ് ശ്രീ മായിൻ ഹാജി, SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ട് നിങ്ങൾ ചോദിക്കുകയോ പരസ്യമായി അവർ നിങ്ങൾക്ക് തരുമെന്ന് പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടുണ്ടാകില്ല. വ്യത്യസ്ത നിലപാടുകളുള്ള പാർട്ടികൾ തന്നെയാണ്. പക്ഷേ എന്തായിരുന്നു മലപ്പുറത്തെ ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷമായി വന്നത്? ഈ സർക്കാർ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നു. താങ്കൾ തന്നെ നേരത്തെ ഉന്നയിച്ച വാദം, ശശികല ടീച്ചർക്കെതിരെ UAPA ചുമത്താത്ത സർക്കാർ ഷംസുദ്ദീൻ പാലത്തിനെതിരെ UAPA ചുമത്തിയിരിക്കുന്നു. വിവേചനപരമായി മുസ്ലിങ്ങളെ വേട്ടയാടുന്നു പോലീസിനെ ഉപയോഗിച്ച്. പോലീസ് RSS വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു മുസ്ലിയാരെ, ഒരു മൗലവിയെ പള്ളിയിൽ നിന്ന് അടുത്തുള്ള ഒരു സ്ഥലത്ത്, അയാൾ താമസിക്കുന്ന സ്ഥലത്ത് കൊന്നു. ഫൈസൽ എന്ന ചെറുപ്പക്കാരനെ മതം മാറിയതിന്റെ പേരിൽ മലപ്പുറത്ത് കൊന്നു. എന്നിട്ട് അതിന്റെ പ്രതികളെ സംരക്ഷിച്ചു. ഇതിനൊക്കെ CPIM ഒത്താശ ചെയ്യുന്നു. ഈ തരത്തിൽ മുസ്ലിം ഏകീകരണം ഉണ്ടാക്കാനുള്ള വാദഗതികളും ക്യാമ്പയിനുമായിരുന്നു നടത്തിയിട്ടുള്ളത്. ആ ക്യാമ്പയിന് 100% പിന്തുണ SDPIയും വെൽഫെയർ പാർട്ടിയും അതിൻ്റെ അംഗങ്ങളും നൽകിയിട്ടുണ്ട്. എന്നിട്ടും അവരുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് ഏത് അടിസ്ഥാനത്തിൽ, എന്തർത്ഥത്തിൽ പറയും അവരുടെ വോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? അല്ല അഭിലാഷേ, ശബ്ദം പോയല്ല. ഇല്ല, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ അഭിലാഷേ, ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ വെൽഫെയർ പാർട്ടിയുടെ മാതൃസംഘടന. ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യില്ല എന്നുള്ള ഉറപ്പല്ലേ? മുസ്ലിം ലീഗിൻ്റെ കോൺഗ്രസ് പക്ഷപാതിത്വം എല്ലാ കാലത്തും കോൺഗ്രസുമായി ഒരു തരത്തിലുള്ള പുലബന്ധം പോലും ഉണ്ടാവുകയില്ല എന്ന അവരുടെ പ്രഖ്യാപിത നയം എല്ലാവർക്കും അറിയുന്നതല്ല. മുസ്ലിം ലീഗിന് ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യോ? മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞ് അവരെ അപമാനിക്കണം എന്തിനാ? മുസ്ലിം ലീഗിന് അവർ ഏതെങ്കിലും കാലത്ത് വോട്ട് ചെയ്തിട്ടുണ്ടോ? ഈ അഹമ്മദ് എന്ന മഹാനായ നേതാവ്, ലോകമറിയുന്ന നേതാവ് ഇവിടെ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു വേണുഗോപാൽ മത്സരിച്ചിരുന്നു. ഈ അഹമ്മദിനേക്കാൾ മൂല്യം, അന്ന് അവർ മൂല്യം നോക്കിയിട്ടാണ് വോട്ട് ചെയ്യാറ്. മൂല്യം വേണുഗോപാലിനാണ് എന്ന് പറഞ്ഞിട്ട് പോലും വോട്ട് കൊടുത്തവരാ. അവരെപ്പോഴെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് തന്നിട്ടുണ്ടോ? അതിൻ്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പ് തന്നിട്ടുണ്ടോ? ഒരിക്കലും തന്നിട്ടില്ല. ഒന്നുകിൽ അവർ വോട്ട് ചെയ്യില്ല, അതല്ലെങ്കിൽ LDFന്, അതല്ലെങ്കിൽ അമേരിക്കൻ പക്ഷപാതിത്വത്തിനെതിരെ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് അവർ കലാകാലങ്ങളിൽ സ്വീകരിച്ചത്. മുസ്ലിം ലീഗിന് അവർ വോട്ട് ചെയ്യാറില്ല. ഇത്തവണ അവർ പ്രഖ്യാപിച്ചത് എന്താ? ആർക്കും വോട്ട് ചെയ്യണ്ടെന്നാ. ആർക്കും വോട്ട് ചെയ്യണ്ട എന്ന് അവർ പ്രഖ്യാപിച്ചാൽ അവർ പിന്നെ വോട്ട് ചെയ്യുമെന്ന് വാദത്തിന് വേണ്ടി റിയാസിന് പറയാം. പക്ഷെ അതൊക്കെ അവരെ അപമാനിക്കലല്ലേ? പിന്നെ SDPI ഉണ്ടായത് എങ്ങനെയാ? SDPIക്ക് തൊട്ട് മുമ്പ് അവർ പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാകുന്നതിൻ്റെ തൊട്ട് മുമ്പ് NDF ആയിരുന്നു. NDF ഉണ്ടായത് എങ്ങനെയാ? മുസ്ലിം ലീഗിൻ്റെ വാദത്തിന് കടുപ്പം പോരാന്നാ പറഞ്ഞത്. ഷിഹാബ് തങ്ങൾ PDPയുടെയും NDFൻ്റെയും പ്രധാന മുദ്രാവാക്യ. ഷിഹാബ് തങ്ങൾ ആത്മസംയമനം പറഞ്ഞ് ഈ സമുദായത്തെ ഉറക്കുകയാണ്, മക്കളെ നിങ്ങൾ വരുവിൻ എന്ന് പറഞ്ഞിട്ട് ഒരു വികാരമില്ലാത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കും ചെയ്യാം. ഞങ്ങൾ വർഗീയ വികാരമുള്ളവരല്ല. ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിൽ 30% ഹൈന്ദവ
ഞാൻ പറഞ്ഞത് അവിടെയുള്ള തെരഞ്ഞെടുപ്പ് നല്ല അന്തരീക്ഷത്തെ ഹൈന്ദവ കുറിച്ചാണ്. സഹോദരന്മാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. അല്ല, സംഘടനാപരമായി നിങ്ങൾക്ക് അവർ വോട്ട് ചെയ്തു എന്നല്ല, സംഘടനാപരമായി അവർ നിങ്ങൾക്ക് വോട്ട് ചെയ്തു എന്നല്ല, മറിച്ച് ഒരു മുസ്ലിം ഏകീകരണം ഉണ്ടാകാനുള്ള എല്ലാ അന്തരീക്ഷവും അവിടെ സംജാതമായിരുന്നു. ഒന്ന്, ദേശീയ രാഷ്ട്രീയം, യോഗി ആദിത്യനാഥിനെ പോലെ ഒരാൾ യു പി മുഖ്യമന്ത്രിയാകുന്നു, BJP വലിയ അപ്രമാദിത്വം നേടുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ എന്നുള്ള ദേശീയ രാഷ്ട്രീയ സാഹചര്യം, മുസ്ലിം സമുദായം ആകെ നേരിടുന്ന അരക്ഷിതാവസ്ഥ, അത് ദേശീയ രാഷ്ട്രീയ സാഹചര്യം. രണ്ട്, കേരള സാഹചര്യം, അത് ഈ പറയുന്നത് പോലെ മുസ്ലിം വേട്ട നടത്തുന്നു, പോലീസിനെ ഉപയോഗിച്ച് പോലീസ് സംഘപരിവാർ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, മുസ്ലിം ഒരു ചെറുപ്പക്കാരൻ മതം മാറിയതിന്റെ പേരിൽ കൊല്ലപ്പെട്ടു, എന്നിട്ട് ആ പ്രതികളെ സംരക്ഷിച്ചു, വേറൊരു ചെറുപ്പക്കാരൻ കാസർഗോട്ട് ഒരു പള്ളി മൗലവി കൊല്ലപ്പെട്ടു. ഇതായിരുന്നു അവിടെ ക്യാമ്പയിൻ വിഷയം ഉയർത്തിയത്. ഈ അർത്ഥത്തിലുള്ള കൺസോളിഡേഷൻ, അവിടെ മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടായിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? നിങ്ങൾക്ക് കിട്ടിയ വോട്ടിൽ SDPI-കാരുടെ വോട്ടില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കുമോ ശ്രീ MC മൈൻ ഹാജി? നെഞ്ചത്ത് കൈവച്ചല്ല, ഞങ്ങൾ തലയിൽ കൈവച്ചും വേണമെങ്കിൽ പറയും. കാരണം ഞങ്ങൾ അവിടെ LDF അല്ലേ മുസ്ലിം കൺസോൾട്ടേഷന് ശ്രമിച്ചത്. ബീഫ് പറഞ്ഞത് LDF-ആ. ഫാസിസം പറഞ്ഞ് BJP-യെ ഞങ്ങളെ UDF-നോട് കൂട്ടിച്ചേർത്ത് ഞങ്ങൾ കോലീബിയാണ് എന്ന് പറഞ്ഞത് അവരാ. അതിനു പുറമെ കോൺഗ്രസ് കാലാകാലങ്ങളിൽ മൃദു ഹിന്ദുത്വം നയം സ്വീകരിച്ചതുകൊണ്ടാണ് BJP ഇത്ര വളർന്നത് എന്ന് പറഞ്ഞ അവിടെ മുഴുവൻ മുസ്ലിമീങ്ങളെ ക്യാൻവാസ് ചെയ്യുന്ന, മുസ്ലിമീങ്ങളെ വോട്ട് ചൂഷണം ചെയ്യുന്ന പ്രസംഗം അവരാ ചെയ്തത്. ഞങ്ങൾ ഒരു വോട്ട് വർഗീയമായി ഞങ്ങൾ വോട്ട് ചോദിച്ചിട്ടില്ല, ഞങ്ങൾ ഒരു കാലത്തും വോട്ട് ചോദിക്കാതില്ല. മുസ്ലിം സമുദായത്തിൻ്റെ പേരിൽ ഞങ്ങൾ വോട്ട് ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം, കേരള ഗവൺമെൻറ്റിൻ്റെ ഈ ജനദ്രോഹ നടപടികൾ, വില വർധനവ്, അതുപോലെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഞങ്ങൾ ക്രമസമാധാന നിലയുടെ തകർച്ച, പോലീസിന്റെ വർഗീയവൽക്കരണം, അതിന് പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണം, ഏകാംഗ ഭരണം. ശ്രീ മുഹമ്മദ് റിയാസ്, നിങ്ങൾ ഒരുപക്ഷെ ഇവരെക്കാൾ കൂടുതൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. റീത ബഹുഗുണ ജോഷി ഇതാ കോൺഗ്രസിനെ വിട്ട് BJP-യിൽ ചേർന്നിരിക്കുന്നു, ഈ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ അർത്ഥത്തിൽ നല്ല നിലയിൽ കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ നോക്കിയല്ലോ. അതവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം പക്ഷേ അതല്ല. 3,73,879 വോട്ട് കിട്ടിയല്ലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അത് 3,44,307 കുറയുമ്പോൾ ആ വോട്ട് എവിടെ പോയി എന്ന ചോദ്യം, 29,572 വോട്ട് എവിടെ പോയി എന്ന സംശയം വളരെ സംഗതമാണ്. വെറും 500-ൽ പരം വോട്ടുകൾക്ക് മാത്രം നിങ്ങൾ തോറ്റ പെരിന്തൽമണ്ണയിൽ ഇത്തവണ 8,000 വോട്ടിന് കുഞ്ഞാലിക്കുട്ടി ലീഡെടുക്കുകയാണ്. ഒരു ക്ലാസിക് കേസ് പറഞ്ഞാൽ മങ്കട LDF-നെ നിയമസഭയിലേക്കും ജയിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണല്ലോ. അവിടെ 11 മാസം മുൻപ് TK റഷീദ് അലി മത്സരിക്കുമ്പോൾ നേടിയത് 67,657 വോട്ട്. MB ഫൈസലിന് അവിടെ കിട്ടിയത് 53,588 വോട്ട്, അതായത് 14,000 വോട്ട് കുറവ്. നോക്കൂ, ഈ 11 മാസത്തിനുള്ളിൽ മലപ്പുറത്തെ ഒരു ടെസ്റ്റ് കേസായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുൻപ് വോട്ട് ചെയ്ത ആളുകൾ ഇപ്പോൾ വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? 11 മാസത്തെ ഭരണം അവർക്ക് തൃപ്തി നൽകുന്നില്ല എന്നല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ല അഭിലാഷേ, 1991-ലും 1996-ലും ലോകസഭയും നിയമസഭയും കേരളത്തിൽ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരു വോട്ടർ വ്യത്യസ്ത മുന്നണികൾക്ക് വോട്ട് ചെയ്ത സ്ഥിതിയുണ്ട്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണുമായി കമ്പയർ ചെയ്യുന്നതുകൊണ്ട് ശാസ്ത്രീയമാകില്ല. അതോടൊപ്പം മായനാജി പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ മായനാജി വലിയ മതേതര പ്രസംഗം നടത്തിയല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനമാണ് പ്രധാനം, അതിൻ്റെ പേരല്ല. ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി മനോഹരമായ പേരാണ്, പക്ഷേ അതിൻ്റെ പ്രവർത്തനം മതവർഗീയ പ്രവർത്തനമാണ്. അതുകൊണ്ട് പേരിലാണ് എല്ലാമെന്ന് ഞങ്ങൾ കരുതുന്നവരല്ല. എന്നാലും ഇന്നത്തെ പ്രത്യേക ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവർ വലിയ മതേതരത്വവും മതനിരപേക്ഷതയും രാവിലെ എണീറ്റാൽ ബ്രഷ് എടുക്കുന്നതിന് മുമ്പ് ഇതാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കന്മാർ പറയുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പേരിനൊപ്പമുള്ള മതത്തിൻ്റെ പേര് എടുത്തു മാറ്റാൻ അവർ തയ്യാറാണോ? മുസ്ലിം ലീഗിന്റെ പേരിൽ നിന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പേരിൽ നിന്നും മുസ്ലിം എടുത്ത് മാറ്റിക്കൊണ്ടായിരിക്കണം ഇവർ മതവർഗീയതയ്ക്കെതിരെ പ്രസംഗിക്കേണ്ടത്. അത് പ്രസംഗിക്കുകയാണെങ്കിൽ അംഗീകരിക്കാം. പേരിലൊന്നുമില്ല, ഭാരതീയ ജനതാ പാർട്ടി മനോഹരമായ പേരാണ്, പ്രവൃത്തി വേറെ. പക്ഷെ അതല്ല, ഇന്ന് ഒരു മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും രാഷ്ട്രീയം മതത്തിൽ ഇടപെടുന്നതും തെറ്റാണ്. അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക മതത്തിന്റെ പേരുപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ വെച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എങ്ങനെയാണ് സെക്യുലറിസമായി അംഗീകരിക്കാൻ വേണ്ടി പറ്റുക? എങ്ങനെയാണത് മതനിരപേക്ഷതയെ അംഗീകരിക്കാൻ പറ്റുക? അപ്പം മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ആദ്യം മതനിരപേക്ഷതയെക്കുറിച്ച് പ്രസംഗിക്കുന്നതിന് മുമ്പ് ഈ കാര്യം ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം. നിങ്ങൾ ഇന്ന് വിധേയമാക്കിയിട്ടില്ലെങ്കിലും നാളെ നിങ്ങൾ വിധേയമാക്കാൻ നിർബന്ധിതമാകും. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം. അതോടൊപ്പം മുസ്ലിം ലീഗ് എന്തായി തെരഞ്ഞെടുപ്പ് ചെയ്തത്? കോൺഗ്രസ് എന്തായി തെരഞ്ഞെടുപ്പ് ചെയ്തത്? അവർ ന്യൂനപക്ഷ കൺസോൾട്ടേഷന്റെ ശ്രമം നടത്തി. ന്യൂനപക്ഷ വർഗീയവൽക്കരണത്തിന് നേരത്തെ പറഞ്ഞ രീതിയിലേക്കുള്ള പ്രചരണം നടത്തി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ. അങ്ങനെ ഞങ്ങളുടെ വോട്ട് കുറക്കാൻ നോക്കി. പക്ഷേ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് സെക്യുലർ കൺസോൾട്ടേഷന്റെ ഭാഗമായി വോട്ടുകൾ കിട്ടി. കോൺഗ്രസിനോടൊപ്പമുള്ള UDF-നോടൊപ്പമുള്ള മതനിരപേക്ഷ വോട്ടർമാർ ഉൾപ്പെടെ ഞങ്ങൾക്ക് ഇത്തവണ വോട്ട് ചെയ്തു. പുതിയ വോട്ടർമാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത സ്ഥിതി ഉണ്ടായി. എന്നാൽ BJP-ക്ക് അത് കിട്ടിയില്ല. ശ്രീ പത്മകുമാർ എത്ര പറഞ്ഞാലും ശരി, 1 ലക്ഷത്തോളം പുതിയ വോട്ടർമാർ കൂടിയിട്ടും BJP-ക്ക് ആകെ കൂടിയത് 900 വോട്ടാണ്. ഇതൊരു മലപ്പുറത്തിന്റെ ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിലെ ജനങ്ങൾ ശരി, ഇത് കേരളം BJP-ക്ക് നൽകുന്ന സന്ദേശമാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. ശ്രീ ജെ.ആർ. പത്മകുമാർ നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് താങ്കളുടെ അടുത്തിരുന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചു കാണും. കൃത്യമായ നിരീക്ഷണം. 28% മുസ്ലിങ്ങളുണ്ട് ഈ നിയോജക മണ്ഡലത്തിൽ. 28% ഹിന്ദുക്കളുണ്ട് ആ നിയോജക മണ്ഡലത്തിൽ. മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു നിയോജക മണ്ഡലമല്ല അത്. അവിടെ 2 മുസ്ലിം നാമധാരികളായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണൽ കൺസോളിഡേഷൻ, മുസ്ലിം കൺസോളിഡേഷന് വിരുദ്ധമായ ഒരു കൗണ്ടർ കൺസോളിഡേഷൻ ഉണ്ടാകാനുള്ള സാധ്യത അങ്ങേയറ്റമാണ്. ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അത് ഉണ്ടാകാനുള്ള ശതമാന കണക്ക് പോലും 70% മുകളിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് വെറുതെ കണ്ണും പൂട്ടി പറയാം. പക്ഷേ മലപ്പുറത്ത് നിങ്ങളുടെ വോട്ട് കുറയുകയാണ് ഉണ്ടായത്. ശതമാന കണക്കെടുക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കമ്പയർ ചെയ്താലും നിങ്ങളുടെ വോട്ട് കുറയുകയാണ് ഉണ്ടായത്. ഒരു തരത്തിലും നിങ്ങൾക്ക് രാഷ്ട്രീയമായി കിട്ടുന്ന വോട്ടിനപ്പുറമുള്ള ഒരു തരത്തിലുള്ള ധ്രുവീകരണവും മലപ്പുറത്തുണ്ടായിട്ടില്ല എന്നുള്ളത് കേരളം BJP-ക്ക് നൽകുന്ന സന്ദേശമല്ലേ? കേരളത്തെ ഹൈന്ദവ രാഷ്ട്രീയം കൊണ്ട് കീഴ്പ്പെടുത്താനാകില്ല എന്ന് മലപ്പുറത്തെ ജനങ്ങൾ എഴുതി ഒപ്പിട്ട് തന്നിരിക്കുകയല്ലേ? അത് വായിക്കുന്നുണ്ടോ? ഞങ്ങളങ്ങനെ ഒരു ഹൈന്ദവ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ശ്രമിച്ചത് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒരു ധ്രുവീകരണം, വർഗീയ പാർട്ടികൾ വോട്ടുകളുടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചത് LDF-ഉം UDF-ഉമാണ്. അല്ലാതെ ഞങ്ങളങ്ങനെ ഒരു ശ്രമം നടത്തിയില്ലല്ലോ. അപ്പോൾ ആ ഇല്ലാത്തൊരു കാര്യത്തിന് ഉണ്ട് എന്ന് വരുത്തി തീർത്തിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചർച്ച നടത്തേണ്ട കാര്യമുണ്ടോ? അവിടെ ഇപ്പോൾ റിയാസ് സംസാരിച്ചത് കേട്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടല്ലോ. വാസ്തവത്തെക്കാളും വലിയ ചാരിത്ര പ്രസംഗമല്ലേ ഈ കമ്മ്യൂണിസത്തിനെതിരായിട്ടുള്ള അവരുടെ പ്രചരണത്തെക്കുറിച്ച്, ലീഗിനെതിരായിട്ടുള്ള പ്രചരണത്തെക്കുറിച്ച് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലീഗിന് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒരു മാന്യത ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? ഇന്ന് ഈ ലീഗിന്റെ കോണി ആദ്യമായി ചാരിയത് EM ശങ്കര നമ്പൂതിരിപ്പാടിന്റെ ചുമലിലല്ലേ? അവിടെ നിന്നല്ലേ ലീഗ് ഈ അധികാരത്തിന്റെ പടികൾ ചവിട്ടി കയറിയത്? അതിന്റെ ഉത്തരവാദിത്വത്തിൽ ഈ കേരള രാഷ്ട്രീയത്തിന് മാന്യത ഉണ്ടാക്കി കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, ഒരു മതത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ ഒരു പാർട്ടി, അത് 80% ആ മതവിഭാഗം ജീവിക്കുന്ന ഒരു സ്ഥലത്ത് കുറച്ച് നേട്ടമുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇത് മതേതരത്വത്തിന്റെ ഒരു ലക്ഷണമാണ് എന്ന് ആരെങ്കിലും വിലയിരുത്തുമോ? മുസ്ലിം ലീഗിൽ ആരെങ്കിലും മതേതരവാദികൾ ഉണ്ടായിരിക്കാം, ഞാനത് എതിർക്കുന്നില്ല. പക്ഷെ ലീഗ് ഒരു മതേതരത്വ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ലീഗ് ഒരു മതേതര പാർട്ടിയാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് റിയാസ് നൽകിയിട്ടില്ലല്ലോ. ഇത് മതേതര രാഷ്ട്രീയത്തിന്റെ വിജയം എന്നുള്ള നിലയ്ക്കല്ല വിലയിരുത്തപ്പെടുന്നത്. ലീഗ് മുസ്ലിം ജനവിഭാഗത്തിനിടയിലെ മോഡറേറ്റ് ആയിട്ടുള്ള പാർട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. തീവ്ര സ്വഭാവമുള്ള പാർട്ടികൾ അവിടെ വേറെയുണ്ട്. അവർക്കൊന്നും മലപ്പുറത്ത് പച്ച കൊടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പുകൾ നൽകുന്ന ഉദാഹരണമാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ധ്രുവീകരണത്തിൻ്റെ, ഹൈന്ദവ ധ്രുവീകരണത്തിൻ്റെ രാഷ്ട്രീയം കേരളത്തിൽ ചെലവാകില്ല എന്നതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് അല്ലേ ഇത്? ശരിക്കും മലപ്പുറത്തെ NS മാധവൻ ട്വിറ്ററിൽ എഴുതിയതുപോലെ മലപ്പുറത്തെ ഒരു പരീക്ഷണശാലയാക്കാവുന്ന ഇടമാണ്. കാരണം അവിടെ ഹൈന്ദവ സമുദായം ന്യൂനപക്ഷമാണ്. അങ്ങനെയുള്ള ഹൈന്ദവ സമുദായത്തെ പെട്ടെന്ന് ഒരു ഇരവാദത്തിലൂടെ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കാവുന്നതാണ്. അത് പലയിടങ്ങളിലും വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഒട്ടും ഇക്കുറി മലപ്പുറത്ത് അത് ചെലവായില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കേരളത്തിൽ ഹൈന്ദവ ധ്രുവീകരണം അസാധ്യമാണെന്നല്ലേ? അങ്ങനെയല്ലല്ലോ. ഒരു 2 ലക്ഷം ഹിന്ദു സമൂഹം വോട്ട് ചെയ്തപ്പോൾ 9 ലക്ഷം വോട്ട് ചെയ്ത സ്ഥലത്ത് ഈ 2 ലക്ഷം ഹിന്ദുക്കളും BJP-ക്ക് വോട്ട് ചെയ്താൽ ഞങ്ങൾ ജയിക്കുമോ? ഞങ്ങൾ ജയിക്കില്ലല്ലോ. അപ്പോൾ ധ്രുവീകരണം ഉണ്ടാക്കി മലപ്പുറത്ത് അങ്ങനെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് അധികാരത്തിലേക്ക് വരാൻ കഴിയുമോ? ജയിക്കാൻ കഴിയുമോ? എന്ത് ഒരു ബുദ്ധിപൂർവ്വമല്ലാത്തൊരു നിലപാടാണ് താങ്കൾ പറയുന്നത്. നിങ്ങൾ ജയിക്കുമെന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ശ്രീ ജെ.ആർ. പത്മകുമാർ, നിങ്ങളുടെ വോട്ട് ഷെയർ കൂടണ്ടേ? നിങ്ങൾ ജയിക്കുമെന്ന് ആര് പറഞ്ഞു? അല്ല, അല്ലല്ല, ഒരു ജനാധിപത്യത്തില് ഒരിക്കലും അവിടെ മുഴുവൻ താങ്കൾ ഉദ്ദേശിച്ച ഹിന്ദു സമൂഹം വോട്ട് ചെയ്താലും ജയിക്കാൻ കഴിയില്ല എന്ന് വരുന്ന സ്ഥലത്ത് ഞങ്ങൾ എന്തിനാ അങ്ങനെ ഒരു പരീക്ഷണത്തിന് പോകുന്നത്? ഞങ്ങൾക്ക് ഹിന്ദു ഭൂരിപക്ഷമുള്ള 90% ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ആ നിലപാടെടുത്താൽ പോരെ?
അപ്പൊ ആ രീതിയിലല്ല ഞങ്ങൾ അവിടെ വികസന രാഷ്ട്രീയമാണ് എടുത്തിട്ടുള്ളത്. UP ഉൾപ്പെടെയുള്ള നമ്മുടെ മണിപ്പൂർ ഉൾപ്പെടെയുള്ള ഗോവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ഈ മതരാഷ്ട്രീയത്തിന് അതീതമായി മതത്തിന് അടിസ്ഥാനമായി വോട്ട് ചെയ്ത സമൂഹത്തെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവന്ന് ഒരു പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചു. അവിടെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വർഗീയ ധ്രുവീകരണത്തിനായിരുന്നു കൂടുതൽ ആക്കം കിട്ടിയത്, പ്രചരണം കിട്ടിയത്. ശരി, ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ പറഞ്ഞു അവിടെ BJPക്ക് അനുകൂലമായ ധ്രുവീകരണം ഉണ്ടായിട്ടില്ല എന്ന്. 100% ശരി. പക്ഷേ അവിടെ ഉണ്ടായ തെരഞ്ഞെടുപ്പ് ഫലം 100% മതേതരം എന്ന് പറയാനാകുമോ? അവിടെ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളിൽ ജനങ്ങൾ ആകൃഷ്ടരായത്, അല്ലെങ്കിൽ ഒരു വോട്ടിങ്ങിലേക്ക് നീങ്ങാൻ തക്കവണ്ണമുള്ള ചടുലമായ പ്രചരണം താഴെത്തട്ടിൽ നടന്നത് വികസനവും മഹിജയുടെ സമരവും ഒന്നുമല്ല. അതിനേക്കാൾ അപ്പുറത്തുള്ള വിവേചനം, പോലീസിന്റെ ഭാഗത്തു നിന്ന് വിവേചനപരമായ സമീപനം, ചില കൊലപാതകങ്ങൾ തുടങ്ങിയവയായിരുന്നു. അതായിരുന്നു ഗ്രാസ് റൂട്ടിലെ ചർച്ച. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു മതപരമായ ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. കുറേയൊക്കെ LDFന് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ആ അടിസ്ഥാനപരമായ വസ്തുത അവിടെ ബാക്കി നിൽക്കില്ലേ? അഭിലാഷ, പല കാരണങ്ങളുണ്ട് അഭിലാഷേ. മതേതരം എന്ന് നമുക്ക് സാമാന്യനെ വിവക്ഷിക്കാമെങ്കിലും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെക്കുറിച്ച് നമ്മൾ കാണണം. മുസ്ലിം ലീഗ് എന്ന പാർട്ടി കേരളത്തിൽ വളരെ ഊർജ്ജസ്വലതയുള്ള ഒരു പാർട്ടിയാണ്. വളരെ ശക്തമായ പ്രവർത്തനം, വളരെ കേഡർ സ്വഭാവമുള്ള അണികൾ, ആത്മാർത്ഥതയുള്ള അണികൾ, അങ്ങനെയുള്ള ഒരു വലിയ പ്രത്യേക രാഷ്ട്രീയ പ്രവർത്തനം ശക്തമായി നടക്കുന്ന ഒരു പാർട്ടിയാണ് ലീഗ്. ആ ലീഗിൻ്റെ അണികൾ ഇന്ന് അവരുടെ ആഹ്ലാദ പ്രകടനം നോക്കിക്കേ, എന്ത് ആത്മാർത്ഥമായിട്ടാണ് അവരുടെ ഇടപെടലും നോക്കിക്കേ. അത് അവരുടെ കഴിഞ്ഞ കുറേ നാളത്തെ ചിട്ടയായ പ്രവർത്തനത്തിൻ്റെ ഫലം കണ്ടപ്പോഴുള്ള ഒരു സന്തോഷ പ്രകടനമാണത്. അതിൻ്റെ അകത്ത് ആ പാർട്ടിയുടെ കെട്ടുറപ്പ്, അതിൻ്റെ അകത്തെ ഐക്യം വളരെ വ്യക്തമാണ്. പിന്നീട് രണ്ടാമത്, നല്ല നേതൃത്വമുള്ള പാർട്ടിയാണ് ലീഗ്. മൂന്നാമത്തെ കാര്യം, നല്ല യുവജന നേതാക്കൾ, നല്ല വിദ്യാർത്ഥി നേതാക്കൾ. കേരളത്തിലെ എല്ലാ സംഘടനകളെയും അപേക്ഷിച്ച് മെച്ചപ്പെട്ട യുവജന വിദ്യാർത്ഥി നേതാക്കളുള്ള സംഘടനയാണ് മുസ്ലിം ലീഗിൻ്റേത് എന്നും കൂടി ഓർക്കണം. പിന്നീട് അതിന് ഗൾഫിലുള്ള ഘടകങ്ങൾ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇനിയൊരു കാര്യം, ഇനി മതേതരത്വത്തെക്കുറിച്ച്. മലപ്പുറം ജില്ലയിൽ, പ്രത്യേകിച്ച് മലബാറിൽ മുസ്ലിം സമുദായം അവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് ഇടപെടുന്നത് അങ്ങേയറ്റം സൗഹാർദ്ദപരമായി സമവായത്തിൻ്റെയും സഹായത്തിൻ്റെയും ഭാഷയിൽ ആണ്. മലപ്പുറത്തെ ന്യൂനപക്ഷങ്ങളോട് മുസ്ലിം ലീഗും മുസ്ലിം സമുദായവും ഇടപെടുന്ന അഭിലാഷ്, നമ്മളത് പുറത്ത് നിന്ന്, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വർത്താനം പറയുകയാണ്. എനിക്ക് പല സമയത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഇപ്പോഴും അവിടെ പോകുന്നതാണ്. നമുക്കറിയാം അവിടുത്തെ ആ സൗഹാർദ്ദം. ആ സൗഹാർദ്ദമാണ് ഇന്ത്യയിൽ ഭൂരിപക്ഷ സമുദായം മനസ്സിലാക്കേണ്ടത്. ആ മാതൃകയാണ് ഇന്ത്യയിൽ BJPയെ പോലെയുള്ള വലിയ പാർട്ടികൾ, സംഘപരിവാർ നേതാക്കന്മാർ ഉൾക്കൊള്ളേണ്ട സന്ദേശം. അതാണ്. ആ സന്ദേശത്തിൻ്റെ ആകുത്തുകയാണ് ഇന്നത്തെ കുഞ്ഞാലിക്കുട്ടിയുടെ വിജയം. അതിനകത്ത് മതേതരത്വമുണ്ട്, മതസൗഹാർദ്ദമുണ്ട്, അങ്ങേ അറ്റത്തെ ജനാധിപത്യവുമുണ്ട്. അഭിലാഷ്, അത് ശരിയാണ്. ശ്രീ മായൻ ഹാജി, അങ്ങനെ ഒരു മാതൃകയും പാരമ്പര്യവും ഒക്കെ ഉള്ളപ്പോഴും നിങ്ങൾ എന്താണ് പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം ആക്കിയത്? ഞങ്ങൾ ബീഫിൻ്റെ കാര്യം പറഞ്ഞില്ല, അസഹിഷ്ണുതയുടെ കാര്യം പറഞ്ഞില്ല, യോഗി ആദിത്യനാഥിൻ്റെ കാര്യം പറഞ്ഞില്ല, ഇടതുപക്ഷത്തെ പോലെ എന്ന് പറയുമ്പോഴും കൊടിഞ്ഞി ഫൈസലിൻ്റെ പ്രതികളെ ആരെങ്കിലും ഈ സർക്കാർ സംരക്ഷിച്ചിട്ടുണ്ടോ? എല്ലാവരെയും അറസ്റ്റ് ചെയ്തില്ലേ? റിയാസ് മൗലവിയെ കൊന്ന 3 ദിവസത്തിനുള്ളിൽ പ്രതികളെയൊക്കെ പിടിച്ചില്ലേ? UAPയെ കുറേ പേർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അതൊക്കെ പുനഃപരിശോധിക്കാൻ DGPയോട് മുഖ്യമന്ത്രി തീരുമാനിക്കുകയും ചെയ്തതാണ്. അതൊരു രാഷ്ട്രീയ തീരുമാനപ്രകാരം. അപ്പോൾ പിന്നെ ഈ ഇല്ലാത്ത കാര്യം, കറുത്ത മുറിയിൽ ഇരുട്ടുപൂച്ചയെ തിരയുന്നത് മാതിരി ഇല്ലാത്ത കാര്യം പ്രചരിപ്പിച്ചത് എന്തിനാണ്? കേൾക്കുന്നില്ല. ഇപ്പോൾ കേൾക്കാമോ? നിങ്ങളെ സിസ്റ്റത്തിന് എന്തോ കുഴപ്പം. നിങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടില്ല. ഇപ്പോൾ കേൾക്കാമോ? അപ്പോൾ അഭിലാഷേ, ഇപ്പൊ കേൾക്കാം. അഭിലാഷേ, താങ്കളിപ്പോ കുറെ ചോദിച്ചു, അത് മുഴുവൻ ഞാൻ കേട്ടില്ല. അതിനു മുമ്പ് ഫൈസൽ, നമ്മളെ റിയാസ് കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ഞങ്ങൾ വലിയ മതേതരം പറയുന്നവരാണ്, ഞങ്ങളെ പേര് മാറ്റി വരാൻ. ഞങ്ങൾക്ക് ഈ മുഹമ്മദ് റിയാസിൻ്റെയോ അല്ലെങ്കിൽ പത്മകുമാറിൻ്റെയോ ഒരു സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ അവരുടെ വീട്ടിലൊന്നും ഞങ്ങൾ ചെന്നിട്ടില്ല. ഒരു മതേതരമാണ് എന്ന് പറഞ്ഞ് എഴുതിത്തരണം എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ 70 കൊല്ലമായി ഞങ്ങൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്ത്യ രാജ്യത്ത്. ഞങ്ങൾ ഒരിക്കൽ പോലും ഞങ്ങളെ മതേതര നിലപാടിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ ആർക്കും അവസരം കൊടുത്തിട്ടില്ല. അതുപോലുള്ളൊരു പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ടില്ല. റിയാസിൻ്റെ പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി, ഞങ്ങൾക്ക് ആവശ്യമായ ഞങ്ങളെ മതേതരത്വത്തെ സംബന്ധിച്ച് കേരളത്തിലും ഇന്ത്യയിലും ഉടനീളം അതിൻ്റെ പ്രചാരണം നടത്തിയിട്ടുണ്ട് ഒരു കാലത്ത്.
ഞങ്ങളെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ സഹായത്തോടു കൂടി പല തവണ ഇവിടെ ഭരണത്തിലേറിയിട്ടുണ്ട്. പല പഞ്ചായത്തുകളും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ സഹായത്തോടു കൂടി ഈ മുസ്ലിം ലീഗ് എന്ന പേരിൽ തന്നെ റിയാസിൻ്റെ പാർട്ടി സഹായം വാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ പല നേതാക്കളും ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എഴുതിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്കത് ആവശ്യമില്ലെങ്കിൽ കൂടി ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എഴുതിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പത്മകുമാറിൻ്റെ പാർട്ടി പോലും മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയല്ല. മുസ്ലിം ലീഗിൻ്റെ പേര് മുസ്ലിം എന്നുള്ളത് കൊണ്ട് ഒരു വർഗീയതയാണ് എന്ന് പറയാൻ സാധിക്കില്ല എന്ന് ഞങ്ങളെ പ്രവർത്തനം മനസ്സിലാക്കി എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് ഞങ്ങൾ രൂപീകരിച്ച കാലത്ത് നിങ്ങൾ എല്ലാവരും കൂടി ഇതാ വർഗീയ പാർട്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ നിങ്ങളെ പൂർവികന്മാർ മാറ്റി പറഞ്ഞ് ഈ സമൂഹത്തിൽ ഞങ്ങളെ പരിചയപ്പെടുത്തിയതാ. ഞങ്ങളുടെ പ്രവർത്തനത്തിൽ 7 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനത്തിൽ വർഗീയമായി ഒരു വാക്ക് പോലും ഞങ്ങൾ വർഗീയമായി പറഞ്ഞതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 12-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൽ ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയാണ് അവിടെ തീവ്ര വർഗീയത പറഞ്ഞത്. മുസ്ലിം കേന്ദ്രങ്ങളിൽ ചെന്ന് ബീഫ്, വലൂഹിയത്ത്, പിന്നെ അതുപോലെ തന്നെ മുസ്ലിയാരെ കൊന്നത്, അതുപോലെയുള്ള കാര്യങ്ങൾ, ഗുജറാത്ത് കലാപം, ഇതുപോലുള്ള കാര്യങ്ങളായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറയാനുണ്ടായിരുന്ന. നല്ല ഒന്നും വേറെ പറയാനില്ല. അല്ല, മുസ്ലിയാരെ കൊന്നത് നിങ്ങളല്ലേ പറഞ്ഞത്? അതല്ല മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കിയത്. ഞങ്ങൾ ജനാധിപത്യ കക്ഷി, മതേതര കക്ഷി എന്നുള്ളതിൽ ഞാൻ പറയട്ടെ അഭിലാഷ, ഇടപെടല്ല. റിയാസ് ഒരുപാട് പറഞ്ഞല്ലോ. അല്ല, ആയിക്കോട്ടെ. എനിക്ക് ഇതിലൊരു ചെറിയ സംശയം ഞാൻ ചോദിച്ചാണ്. മുസ്ലിയാരെ കൊന്നതും ഫൈസലിനെ കൊന്നതും നിങ്ങളല്ലേ പറഞ്ഞത്? അതിലെ പ്രതികളെ തോറ്റിട്ടുണ്ട്. അത് നല്ല നിലക്ക് സമ്മതിച്ചിട്ട് ആ തോൽവി പിന്നീട് വിജയമാക്കാൻ നോക്കി. ഞങ്ങളും തോറ്റിട്ടുണ്ട് പല പ്രാവശ്യം. ഞങ്ങൾ തോറ്റതൊന്നും ഞങ്ങൾ ജയിച്ചാന്ന് പറയാറില്ല. ഞങ്ങൾ തോറ്റിട്ടുണ്ട്. നിങ്ങൾ തോറ്റതായി ജനങ്ങൾക്കൊക്കെ ബോധ്യമാണ്. നിങ്ങൾ എന്ത് തന്നെ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞാലും 3,70,75,000 ചില്ലാനം വോട്ട് 10 മാസം മുമ്പ് നിങ്ങൾക്ക് കിട്ടിയത് അത് 3,44,000 കുറഞ്ഞു. 2,42,000 നിങ്ങളെ സൈനബക്ക് കിട്ടിയത്. സൈനബക്ക് വോട്ട് ചെയ്യാത്ത നിങ്ങളെ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു മൊയ്ലിയാർ സംഘം, അവര് വോട്ട് ചെയ്തവർ നോട്ടക്ക് 21,000 വോട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം 4,000 ഉള്ളൂ നോട്ടക്ക് കിട്ടിയത്. ആ വോട്ട് മുഴുവൻ ഇവരെ കൂട്ടത്തിൽ നിന്ന് ബൂത്തിൽ പോയവരുടെ വോട്ടാ. ഇവരെ കൂട്ടത്തിൽ നിന്നും ബൂത്തിൽ പോകാത്തവരുണ്ട്. ഞങ്ങൾ ഈ അഹമ്മദ് സാഹിബിന്റെ ഭൂരിപക്ഷവുമായി 23,000 കുറവാണ് ഞങ്ങൾക്കുള്ളത്. ഈ 23 അത് മാത്രം വെച്ചിട്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിങ്ങൾ നേടിയതിനേക്കാൾ എത്രയോ വലിയ ഭൂരിപക്ഷം ഞങ്ങൾ വാങ്ങി. കേരള ചരിത്രത്തിലുണ്ടായ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന്റെ 2ാം സ്ഥാനം ഇത്തവണ കുഞ്ഞാലിക്കുട്ടി സാഹിബ് 2ാം സ്ഥാനത്ത്. ശരിയാണ് ശ്രീ മായനാജി, ഒരിക്കലും കുറച്ചു കാണുന്നില്ല അതിനൊരിക്കലും കുറച്ച് കാണുന്നില്ല. ലക്ഷക്കണക്കിന് വലിയ ഭൂരിപക്ഷമാണത്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. അതിലൊന്നും ഒരു തർക്കവുമില്ല. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം ശ്രീ മായനാജി, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ മുഹമ്മദ് റിയാസ്, നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയത്തിന് പോസിറ്റീവായി കിട്ടുന്ന വോട്ടാണോ ഈ 3,43,000 ചില്ലറ? നോക്കൂ, PK സൈനബ അവിടെ 2 വർഷം മുൻപ് പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ 2,42,000 വോട്ടേ കിട്ടിയുള്ളൂ. എന്തായിരുന്നു സൈനബയ്ക്ക് കുഴപ്പം? നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, നല്ല പ്രാസംഗികയാണ്, നല്ല നേതാവാണ്. എന്നിട്ടും 2,42,000 കിട്ടിയുള്ളൂ. അതായത് 2009 74,000 വോട്ട് കുറഞ്ഞു. അത് നിങ്ങൾക്ക് ഇപ്പോൾ വോട്ട് ചെയ്ത ഒരു വിഭാഗം യാഥാസ്ഥിതികർ വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ വോട്ടൊക്കെ ഇടതുപക്ഷ മതനിരപേക്ഷതയ്ക്കും നിങ്ങൾ ഉയർത്തുന്ന സ്വതന്ത്ര സമീപനത്തിനുമൊക്കെ കിട്ടിയ വോട്ടാണോ, അതോ യഥാർത്ഥ ഇടതുപക്ഷ വോട്ട് എന്നൊന്നും വിളിക്കാൻ കഴിയാത്ത, തൽക്കാലം ലീഗിന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, നിർവാഹമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ വോട്ടാണോ? ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങളെടുക്കുന്ന നിലപാട് അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്. സെക്യുലർ മനസ്സുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുണ്ട്. 2, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്. 3, ഇവിടെ പ്രധാനമായിട്ട് ഇവിടെ ഒരു കാര്യം പറഞ്ഞല്ലോ, 8-9% വോട്ട് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, അഭിലാഷെ 2014 കേരളത്തിലെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങൾ ഇതുപോലെ 9% വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 2017 ഒരു ബൈ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ, വർദ്ധിക്കുകയാണെങ്കിൽ 99% മണ്ഡലത്തിലും ഞങ്ങൾ ജയിക്കും. അപ്പോൾ 9% വോട്ട് വർദ്ധിക്കാറും ചെറിയ കാര്യമല്ല. ഇനി അതോടൊപ്പം ശ്രീ മായനാജി ഇവിടെ പറഞ്ഞു നിങ്ങൾ തോറ്റ അംഗീകരിക്കുന്നില്ല. ആര് പറഞ്ഞു? ഞാൻ തുടങ്ങി തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അഭിനന്ദിച്ചിട്ടാണ്. അതോടൊപ്പം നിങ്ങൾ ജയിച്ചു, അംഗീകരിക്കുന്നുണ്ട്, ജനവിധി അംഗീകരിക്കുന്നു, ഞങ്ങൾ തോറ്റു, അത് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് ചർച്ച നിർത്തിയാൽ പോരെ? 2 മിനിറ്റ് കൊണ്ട് ചർച്ച നിർത്താലോ? ഇവിടെ വന്നത് എന്തിനാ? തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യാനാ. അപ്പോൾ ജയിച്ചൊരു ഗംഭീരം, ഒക്കെ ഉഷാറ്, തോറ്റതാകെ മോശം എന്ന് പറഞ്ഞു പോകാനല്ല.
ഓരോ കാര്യങ്ങളും സസൂക്ഷ്മം വീക്ഷിച്ച് ശാസ്ത്രീയമായി വിലയിരുത്തി പറയുക എന്നുള്ള ഉത്തരവാദിത്വം. ഞാനിവിടെ പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രകോപിതനായി. മുസ്ലിം ലീഗിന്റെ പേരിൽ നിന്നും മുസ്ലിം എടുത്ത് മാറ്റിക്കൂടെ? ഞാൻ പറയാൻ കാരണം എന്താ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഹിന്ദുത്വ രാഷ്ട്ര അജണ്ട വെച്ചുകൊണ്ട് RSS അപകടകരമായ രീതിയിലേക്ക് ഒരു സർക്കാരിനെ കേവല ഭൂരിപക്ഷത്തിൽ എത്തിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ പേരിലൊന്നുമില്ല. ഇപ്പോൾ BJP മനോഹരമായ പേരാണ്. മുസ്ലിം ലീഗ് എന്നുള്ള പേര്, മുസ്ലിം എന്ന മതത്തിന്റെ സമുദായത്തിന്റെ പേര് ഉപയോഗിക്കുന്നത് പുതിയ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഗുണകരമാണോ? ഇതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. അത് നിങ്ങൾ പഴയ ചരിത്രത്തിലേക്കൊന്നും പോയിട്ട് കാര്യമില്ല. പുതിയ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത് ഗുണകരമാണോ? ഞാൻ പറയുന്നത് എഴുതി വെച്ചോ, അല്ലെങ്കിൽ ഒരു കാലത്ത് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും. ഇവിടെ വീഡിയോ ഉണ്ടാവല്ലോ. നാളെ നിങ്ങളിത് പുനഃപരിശോധിക്കേണ്ടി വരും. ഇന്ത്യയുടെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നാളെ നിങ്ങളിത് പുനഃപരിശോധിക്കേണ്ടി വരും ശ്രീ മായനാജി. ഒരു തർക്കമില്ല. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് പറയുമ്പോൾ നിങ്ങൾ വികാരഭരിതനാകണ്ട, ചരിത്രത്തിലേക്ക് പോകണ്ട. പുതിയ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഞാനത് പറയാൻ. ശരി. ഇതിനിടയിൽ എനിക്ക് ശ്രീ മായനാജി താങ്കൾ സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. കേട്ടില്ല എന്ന് പറഞ്ഞ് താങ്കൾ ഒഴിഞ്ഞു മാറരുത്. പറഞ്ഞല്ലോ PK സൈനവയ്ക്ക് വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സഹിക്കണില്ല. അല്ല ഒറ്റ സെക്കൻഡ് ശ്രീ മായനാജി മാറ്റണ്ട. സഹിക്കുന്നില്ല. ഞാൻ തുറന്നു പറയുമ്പോ നിങ്ങൾക്ക് സഹിക്കുന്നില്ല. അത് ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. ശ്രീ മായനാജി നേരത്തെ പറഞ്ഞല്ലോ, ഒരു വിഭാഗം ആളുകൾ ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു കേൾക്കാമല്ലോ അല്ലെ, ഒരു വിഭാഗം ആളുകളാണ് പിന്നെ ഇവർക്ക് വോട്ട് ചെയ്യാതിരുന്നത്, പിന്നെ ബൂത്തിൽ പോയി നോട്ടൊക്കെ വോട്ട് ചെയ്തതെന്നൊക്കെ ഞാൻ പറഞ്ഞത്. ആ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ആ സ്ഥാനാർത്ഥിയുടെ ഒരു അന്ന് ശ്രീ മായനാജി ഒരു സെക്കൻഡ് അന്ന് ആ സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ അവർ ചായ കുടിക്കുന്ന ഒരു പടം ഇട്ടിട്ട് ഇവർ നോമ്പിന്റെ സമയത്ത് ചായ കുടിക്കുകയാണെന്ന് പ്രചരിപ്പിച്ചതാരാ? തട്ടമിടാത്ത സ്ത്രീക്ക് നിങ്ങൾ വോട്ട് ചെയ്യുമോ എന്ന് അവിടെ കവലപ്രസംഗം നടത്തിയതാരാ? സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതാരാ? നിങ്ങളാ. എന്നിട്ട് ഞങ്ങൾ മാതൃകാപരമായി വിവാദ വിഷയങ്ങളൊന്നും പറഞ്ഞില്ല, വികസനം പറഞ്ഞിട്ടാണ് വോട്ട് വാങ്ങുന്നതെന്ന് പറയാണ്. നിങ്ങളൊരു വിഷൽ വെക്കി അഭിലാഷ്, നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് പോലെ പറയാതെ നിങ്ങളൊരു വിഷൽ വെക്കി, തൻ്റെ ഇടമുണ്ടെങ്കിൽ തെളിവ് വെക്കി. ഞങ്ങൾ രാഷ്ട്രീയമല്ലാതെ ഞങ്ങൾ രൂപീകരിച്ച 70 കൊല്ലത്തിനിടയിൽ ഞങ്ങൾ സമുദായം തിരിച്ച് വർഗീയത പറഞ്ഞ് വോട്ട് ചോദിച്ചതിൻ്റെ നിങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന എത്ര കൊല്ലമായി? നിങ്ങളത് ഒപ്പിയെടുത്തിട്ടുണ്ടാകുമല്ലോ. നിങ്ങളൊന്ന് വെക്കി. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. മുസ്ലിം ലീഗ് പാർട്ടി അങ്ങനത്തെ അല്ല, മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഇവിടെ വർഗീയത പറയാറ്. മുസ്ലിങ്ങളെ കേന്ദ്രത്തിൽ പോയിട്ട് മുസ്ലിങ്ങൾക്കനുസരിച്ച് പറയാം, ഹിന്ദുക്കളെ കേന്ദ്രത്തിൽ പോയിട്ട് ഹൈന്ദവർക്ക് അനുകൂലമായി പറയാം. എന്നിട്ട് അവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കാം. മുസ്ലിം ലീഗിന്റെ ഒരു വാക്ക് താങ്കളൊന്ന് എടുത്ത് പറയും. മുസ്ലിം ലീഗ് അങ്ങനെ ഒരു ശ്രമം നടത്തിയെന്ന് അല്ല ഇപ്പൊ പറഞ്ഞത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച കാര്യമാണ്. 2 വർഷമല്ലേ ആയിട്ടുള്ളൂ. എനിക്ക് പറയാനുണ്ട്. 2 വർഷമല്ലേ ആയിട്ടുള്ള. അറിയാസ് പറയൂ. ഞങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല. ആര് പറഞ്ഞു? അവൻ ആര് പ്രചരിപ്പിച്ചു? വർഗീയത ആളിക്കത്തുന്ന തരത്തിലുള്ള ശരി. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ. മുഹമ്മദ് റിയാസ് പറയൂ. അക്രമങ്ങൾക്കെതിരെ ഞങ്ങൾ പ്രസംഗിക്കും. അത് മതവർഗീയതയുടെ ഭാഗമല്ല. പക്ഷേ നിങ്ങളോ? ഞാൻ പറയട്ടെ മായനാജി, ഞാനൊന്ന് പറയട്ടെ, സമാധാനപരമായി പറയാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറയാം. മാർക്സിസ്റ്റ് പാർട്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഗുജറാത്തിൽ മതന്യൂനപക്ഷങ്ങളെ വംശീയഹത്യ നടത്തിയത് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രസംഗിച്ചാൽ അത് മതവർഗീയതയല്ല മായനാജി. അത് പറയലൊരു പൗരന്റെ അവകാശം. 2, ഇന്ത്യയിൽ ഗോവധത്തിന്റെ പേരിൽ ആളുകളെ കൊലപ്പെടുന്ന അഖിലാഖനെ കൊലപ്പെടുന്ന ഇവിടെ പ്രസംഗിച്ചാൽ അത് മതവർഗീയ പ്രചരണമല്ല, സെക്യുലറിസം സംരക്ഷിക്കാനാണ്. എന്നാൽ തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നടത്തുന്ന പ്രചരണം എന്താ? നിങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് പ്രചരിപ്പിക്കാൻ വാട്സപ്പിലൂടെ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന സന്ദേശം എന്റെ വാട്സപ്പിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഞാൻ കാണിച്ചു തരാം. മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനകൾ ഇത് പ്രചരിപ്പിച്ചു. അങ്ങനെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധ സർക്കാരാണെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വളരെ സംഘടിതമായി പ്രചരിപ്പിച്ചു. അത് പ്രചരിപ്പിച്ചാലൊന്നും ജനം വിശ്വസിക്കില്ല. കാരണം ഇടതുപക്ഷ സർക്കാരിന് ജനത്തിനറിയാം. ഇടതുപക്ഷ സർക്കാർ നയിക്കുന്ന മുഖ്യമന്ത്രി തലശ്ശേരിയിൽ മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന് 1970 തുടക്കത്തിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇടതുപക്ഷ നേതാക്കന്മാരെടുക്കുന്ന നിലപാട് എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങൾ മതവർഗീയതയെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ വളരെ ബോധപൂർവം ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. ജനങ്ങൾക്ക് ബോധ്യമായിക്കൊള്ളും. ശരി, ഞാൻ ഇടപെടുന്നു. ആ ചർച്ച അവസാനിപ്പിച്ചു. ശ്രീ ജേക്കബ് ജോർജ്, ഇക്കാര്യത്തിൽ ഇവരുടെ 2 പേരുടെയും കൈകൾ 100% ശുദ്ധമാണ് എന്ന് പറയാൻ സാധ്യമാണോ? വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ധാരാളം കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മായനാജി പറയുന്ന പോലെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പ്രസംഗിച്ചതിന് വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കില്ല. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ വിനിമയം ചെയ്യപ്പെടുന്നത് എന്ന്. അത് പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴിയാണ്. അതിൽ ഒന്ന് ദേശീയ സാഹചര്യം പറഞ്ഞ് ഉള്ള
അത്തരത്തിലുള്ള ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമം അത് ഇടതുപക്ഷവും നടത്തിയിട്ടുണ്ട്. ഇവിടെ കേരളത്തിലെ സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞ 11 മാസം കൊണ്ട് നടത്തിയ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾ സ്ഥാപിക്കാൻ എന്തുമാത്രം പ്രചാരണ മെറ്റീരിയൽ ഉണ്ടായി എന്നുള്ളത് നമുക്കാർക്കും തർക്കിക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ കൺമുൻപിൽ ഉണ്ടായ കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ അങ്ങേയറ്റം മതനിരപേക്ഷമാണ്, ശുദ്ധമാണ് എന്നൊക്കെ പറയാൻ സാധിക്കുമോ? അല്ല, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എന്തുമാകാമല്ലോ അഭിലാഷേ, എന്തുമാകാമല്ലോ. ദേശീയ രാഷ്ട്രീയം പറയുമ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി, ബി ജെ പിയുടെ വൻതോതിലുള്ള വരവ്, അതൊരു തേരോട്ടം നടത്തുകയാണ്. കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് യു പിയിൽ ബി ജെ പി നേടിയ നേട്ടം, അവർ നേടിയ നേട്ടത്തിനകത്ത് മുസ്ലിം മേഖലകളിൽ നിന്ന് വോട്ട് മേടിച്ച് ജയിച്ചു എന്ന് പറയുന്നു. പക്ഷെ ഒറ്റ മുസ്ലിം MLA ബി ജെ പിയുടെ കൂട്ടത്തിലില്ല. ഇതൊക്കെ പറയുന്നത് വർഗീയതയാണെന്നാണ് മായിൻ ഹാജി പറയുന്നത്. അതെങ്ങനെ? അത് രാഷ്ട്രീയമല്ലേ? അത് ശക്തമായ രാഷ്ട്രീയമല്ലേ? അതൊരു പ്രചാരണമല്ലേ? ഇപ്പം അങ്ങനെ പ്രചാരണം നടത്തുമ്പോൾ അത് വർഗീയത എന്ന് പറഞ്ഞ് മുദ്ര കുത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ദേശീയ രാഷ്ട്രീയം പറഞ്ഞിട്ട് വേണം കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ. അങ്ങനെ ദേശീയ രാഷ്ട്രീയം പറഞ്ഞിട്ട് കേരള രാഷ്ട്രീയത്തിലേക്ക് പറയുമ്പോൾ അതിനകത്ത് വർഗീയതയുടെ കുറേ എലിമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് വർഗീയതയാണ് എന്ന് കുറ്റപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും അതിനകത്ത് വർഗീയതയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാണ്, യാതൊരു സംശയമില്ല ഇതിനകത്ത്. ശരി, അങ്ങനെയാണെങ്കിൽ ഓരോ പാർട്ടിയെയും ആ നിലയ്ക്ക് വിമർശിക്കാൻ പാടില്ലല്ലോ. ശ്രീ JR പത്മകുമാർ, 1 ലക്ഷം വോട്ടെങ്കിലും നിങ്ങൾ ലക്ഷ്യമിട്ടിരുന്നു. നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ എടുത്താൽ BJPയുടെ സംഘടനാ സംവിധാനം ആ നിലയ്ക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്. അരുവിക്കരയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, നെയ്യാറ്റിൻകരയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അത് കണ്ടു. ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ കേന്ദ്രീകൃതമായി പ്രവർത്തനം നടത്തുമ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ കിട്ടുക എന്നുള്ളത് സാധാരണമായി നടക്കുന്ന ഒന്നായിട്ടും എന്തേ ഇങ്ങനെ പറ്റി എന്നുള്ളത് BJP അലോസരപ്പെടുത്തുന്നേ ഇല്ലേ? ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ പുറകോട്ട് പോയിട്ടില്ലല്ലോ. ഇപ്പോൾ CPM-ന് 30,000 വോട്ട് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാൾ താഴോട്ട് പോയില്ലേ? അപ്പം ഞങ്ങൾക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാൾ കുറച്ച് വോട്ട് കുറഞ്ഞു എന്നുള്ളത് സത്യം തന്നെ. ഞങ്ങൾ പുറകോട്ടൊന്നും പോയിട്ടില്ല. ഞങ്ങൾ എന്തായാലും നാളെ സ്റ്റേറ്റ് ഭാരവാഹി മീറ്റിംഗ് കൂടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് വിലയിരുത്തും, അത് എന്താണ് അത് പരിശോധിക്കും. പക്ഷേ അവിടെ നടന്നത് എല്ലാവർക്കും അറിയാമല്ലോ. പരസ്പരം മത്സരിച്ച് വർഗീയ പ്രീണനം നടത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ മുഹമ്മദ് റിയാസ് തന്നെ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു. ഞങ്ങൾ അക്കലാക്കിൻ്റെ കാര്യം പറയില്ലേ? ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ്. അതേസമയം ഇതേ ആളുകൾ കാശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തെ കല്ലെറിയുന്നതിനെ ന്യായീകരിക്കും. അതുപോലെ കാശ്മീരിൽ നിന്ന് കാശ്മീരി പണ്ഡിറ്റുകളെ ഓട്ടിക്കുന്നതിനെ സംബന്ധിച്ച്, കൊല്ലുന്നതിനെ സംബന്ധിച്ച് ക്ഷേത്രത്തിലെ പൂജ നിർത്തിവെച്ചതിനെ കുറിച്ച് ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടക്കുന്നതിനിടയിൽ ഒരാൾ കൊല്ലപ്പെട്ടല്ലോ, പേലുഖാൻ. അപ്പോൾ ആളുകൾ ഭക്ഷണം കഴിച്ചതിന്റെ പേരിലോ ഭക്ഷണം കഴിക്കുമെന്ന് സംശയത്തിന്റെ പേരിലോ ഒക്കെ കൊല്ലപ്പെടുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അത് ഉന്നയിക്കും. അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഉന്നയിക്കാൻ ഇതാണ് പ്രചരണം, ഇതാണ് ഇരട്ടത്താപ്പ്. വലിയ പ്രചരണം നടത്തുന്ന അഭിലാഷ്, നിങ്ങൾ ഈ പ്രചരണം നടത്തുമ്പോ ഞാൻ പറഞ്ഞോട്ടെ പ്രചരണം നടത്തുമ്പോൾ തമിഴ്നാട്ടിൽ ഒരാൾ ഫറൂഖ് എന്ന് പറഞ്ഞ ആളെ കൊന്നല്ലോ മതമൗലികവാദികൾ. എന്താ അദ്ദേഹം യുക്തിവാദം പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ ചർച്ചയാകാത്തത്? കേരളത്തിൽ രണ്ട് മരണത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ കേരളത്തിലെ എറണാകുളത്തിൽ ലോ കോളേജിൽ ഒരു പെൺകുട്ടിയെ പ്രവർത്തിച്ച കുട്ടിയാണ് മൊട്ടയടിച്ചു. അന്വേഷണം തമിഴ്നാട് DYFI സംസ്ഥാന സെക്രട്ടറി ഒരു പ്രതിനിധി പോയില്ല. നിങ്ങളെ പോലീസാണ് സംരക്ഷിച്ചത്, നിങ്ങളുടെ പോലീസാണ് സംരക്ഷിച്ചത്. അതൊന്ന് പറഞ്ഞോട്ടെ. അല്ല, ഫറൂഖാന്റെ കാര്യമാണ് പത്മകുമാറെ പറയുന്നത്. ഒരു സഖാക്കളുമില്ല. നിങ്ങൾ അവരെ സംരക്ഷിച്ചു. കോയമ്പത്തൂർ ഞങ്ങൾ പോയി കോയമ്പത്തൂരിലെ യുക്തിവാദിയായി പ്രവർത്തിച്ച ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ നടത്തി, DYFIയോട് ഇടപെട്ടു. ഒരു പ്രക്ഷോഭമില്ല. നിങ്ങളത് ചർച്ചയാക്കിയില്ലല്ലോ. നിങ്ങൾ കേരളത്തിൽ നിങ്ങൾ പോയോ ഇല്ലെന്നുള്ള പ്രശ്നം. കേരളത്തിൽ നിങ്ങൾ ചർച്ച ചെയ്തോ? മലപ്പുറം തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചർച്ച ചെയ്തോ? നിങ്ങൾ ചർച്ച ചെയ്തില്ല. നിങ്ങൾ ചർച്ച ചെയ്തില്ല റിയാസ്. ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ അത് CPM-ന്റെ ഇരട്ടത്താപ്പ്. പിന്നെ മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ നിങ്ങൾ ചോദ്യം ചെയ്ത് ഞാൻ പറയാം.
ഒരു 100 കഥ മുസ്ലിം ലീഗിന്റെ മതേതരത്വ വിരുദ്ധമായ നിലപാടുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇപ്പൊ സമയമില്ലാത്ത പറയുന്നില്ല, ഗോപാലിക അന്തർജനം തൊട്ട് ഒരു ഹിന്ദു സ്ത്രീ അറബ് പഠിച്ചതിന്റെ പേരിൽ ഉദ്യോഗം നിഷേധിക്കപ്പെട്ട ഗോപാലിക അന്തർജനത്തിന്റെ കഥ മുതൽ നമുക്ക് അത്രയും വിപുലമായി ചർച്ച ചെയ്യാനുള്ള ഒരു സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. എനിക്ക് സമയം അതിക്രമിച്ചു. അല്ലല്ല, എനിക്ക് സമയം അതിക്രമിച്ചു. അതുകൊണ്ടാണ് ഇടപെടുന്നത്. എന്തായാലും ഈ അവകാശവാദങ്ങളൊക്കെ അവിടെ തന്നെ നിൽക്കുമല്ലോ. കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. കൂടുതൽ മതേതരമായി വേണം നമ്മുടെ ജനാധിപത്യ പ്രക്രിയ മുന്നോട്ട് പോകാൻ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കേവല രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആരായാലും അത്തരം കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുതെന്നൊരു കോമൺ കൺസെൻസസിൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി ശ്രീ JR പത്മകുമാർ, ശ്രീ MC മായൻഹാജി, ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ ജേക്കബ് ജോർജ്.